Good morning. Good morning. കേൾക്കാൻ പറ്റുന്നില്ലേ? ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ആഘോഷിച്ചോ? പിടിച്ചു പൊളിച്ചോ? ന്യൂ ഇയർ കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ടാണല്ലേ കാണുന്നേ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ഏതാണ് പ്രീ ബാലൻസ്, ഇത് പ്രീ ബാലൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ്, ഡിക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ, ആ ടേബിൾ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. ആ ടേബിൾ വരെ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ആക്കി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻസിഡൻസ് ആണ്. ഇൻസിഡൻസ് INCIDENCE. ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം, നമ്മൾ ഈ അടുത്തിടയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എന്താ ഈ അടുത്തിടെ നമ്മൾ ഡയബറ്റിക്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത എത്ര പെർസെന്റേജ് ഉണ്ട്, എ പേഴ്സൺ ഹു ഈസ് ന്യൂലി ഡയഗ്നോസ്ഡ് വിത്ത് ഡിസീസ്. ആ ഒരു ഡയബറ്റിക്സ് ഒക്കെ ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം, അത് ഇൻസിഡന്റിന് ഒരു എക്സാമ്പിളാ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എബോള, ആസ്മ, അതൊക്കെ നമ്മൾ ആ ഒരു ഈ അടുത്ത കാലഘട്ടത്തില് റിപ്പോർട്ട് ചെയ്ത ചില കേസുകൾ, അതാണ് ഇൻസിഡന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ. ഓക്കെ, ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻസിഡന്റ് is the number of lately diagnosed case of a disease. അതായത് പറഞ്ഞിരിക്കുന്നത് ഈ അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് എന്ന് പറയുന്ന ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈയിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ അടുത്തിടെ നമുക്ക് ഡയബറ്റീസ് എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തു, അതിന്റെ ഒരു റേറ്റ്, ഇൻസിഡന്റ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പേഴ്സൺ ഹു ഈസ് ന്യൂലി ഡയഗ്നോസ്ഡ് വിത്ത് ഡയബറ്റീസ് ഈസ് ആൻ ഇൻസിഡന്റ് കേസ്. അതൊരു ഇൻസിഡന്റ് കേസിന് എക്സാമ്പിൾ ആണ്. അതായത് ഈ അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇൻസിഡന്റ് അതായത് ഒരു സംഭവം, ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. Dash is the number of lately diagnosed cases of a disease. അങ്ങനെ ചോദിക്കാം. ഏതാണ്? ഇൻസിഡൻസ് ആണ്. ഇൻസിഡൻസ്. An incident rate is the number of recent cases of disease divided by the number of persons at risk for the disease. ഇനി ഇൻസിഡന്റ് റേറ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് is the number of recent cases. റീസെന്റ് എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടെ നമ്മള് രോഗം ബാധിച്ച അല്ലെങ്കിൽ ഈ കേസുകളുടെ എണ്ണം. is the number of recent cases of a disease. നമ്മളിപ്പോ ഈ അടുത്തിടെ നമ്മള് റിപ്പോർട്ട് ചെയ്ത ആ ഡിസീസുകൾ, ആ കേസുകളുടെ എണ്ണം, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ്. ആ രോഗ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം, എത്ര കേസുകൾ ഈ അടുത്തിടെ ആ ഡിസീസ് റിപ്പോർട്ട് ചെയ്തു, അതിനെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ്. ആ ഒരു രോഗസാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇൻസിഡന്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു നിരക്കാണ്. ഇറ്റ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക് ഹു ഡെവലപ്പ് disease in the course of a specific time period. എന്താ, ഒരു നിശ്ചിത കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ പ്രപ്പോർഷൻ ആണ്, ആളുകളുടെ അനുപാതമാണ് എന്താ ഇൻസിഡന്റ് എന്ന് പറയുന്നത്.
an important rate. ഇൻസിഡന്റ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട നിരക്കാണ്. It is the proportion of people who develop disease in the course of a specific time period. ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ പ്രപ്പോർഷൻ, ആളുകളുടെ അനുപാതമാണ് ഇൻസിഡൻസ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ താഴെ ഫോർമുല ഉണ്ട്. ആ ഫോർമുല നിങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ട് വെക്കുക കേട്ടോ. ഇൻസിഡന്റ് റേറ്റ് കാണുന്ന ഫോർമുല എങ്ങനെയാ? നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ given time period divided by total person time at risk during the follow period. എന്താ പറഞ്ഞേക്കുന്നത്? എങ്ങനെയാണ് ഇൻസിഡന്റ് റേറ്റ് കാണുന്നത്? The number of new cases of disease in a given time period. ഒരു നിശ്ചിത കാലയളവിലുള്ള പുതിയ രോഗബാധിതരുടെ എണ്ണം, പുതിയ കേസുകളുടെ എണ്ണം, ഒരു നിശ്ചിത കാലയളവിലുള്ള പുതിയ രോഗബാധിതരുടെ എണ്ണം, ഒരു നിശ്ചിത കാലയളവിലുള്ള രോഗബാധിതരുടെ എണ്ണം, ഒരു ടൈം പീരീഡ് ഉണ്ട്, അതിനുള്ളില് പെട്ടെന്ന് രോഗങ്ങൾ വന്ന ആളുകളുടെ എണ്ണം, രോഗബാധിതരായ ആളുകളുടെ എണ്ണം, അതിനെന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ പീരീഡ്. എന്താണ്? അതെ, ആ തുടർന്നുള്ള കാലയളവില് അപകട സാധ്യതയുള്ള, ആ റിസ്കിലുള്ള ആ മൊത്തം പേഴ്സണ് വേണ്ടി ചെലവാക്കിയ ഒരു ടൈം, പേഴ്സൺ ടൈമാണ്. ആ മൊത്തം ആ ഒരു തുടർന്നുള്ള കാലയളവില് അപകട സാധ്യതയുള്ള മൊത്തം ആളുകൾക്ക് വേണ്ടി ചെലവാക്കിയ ടൈം ആണ് പറഞ്ഞിരുന്നത്. അതായത് എന്താ അവിടെ ഉദ്ദേശിച്ചത്? ആ റിസ്കിലുള്ളവർക്ക് വേണ്ടി മൊത്തം എത്ര സമയം ചെലവഴിച്ചു, ആ ഒരു അപകടത്തിന് സാധ്യതയുള്ളവർക്ക് വേണ്ടി എത്ര സമയം ചെലവഴിച്ചു ആണ് ഇൻസിഡന്റ് റേറ്റ് കാണുന്ന ഫോർമുല. ആ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് ബ്രാക്കറ്റിലിട്ട് വെച്ചത് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ നോക്കാട്ടോ. ഓപ്ഷൻ നോക്കിയിട്ട് എഴുതുക. എന്തായാലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ഒന്നുകൂടി പറയണം. ഓക്കെ, പറഞ്ഞുതരാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ നമ്മള് തിരിച്ചാൽ തന്നെ, അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്കുക. നമ്മള് ഇൻസിഡന്റ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണമാണ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അതാണ് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഈ അടുത്തിടെ ഡയബറ്റിക്സ് റിപ്പോർട്ട് ചെയ്ത എത്ര കേസുകൾ, എത്ര പേർക്ക് ഡയബറ്റിക്സ് റിപ്പോർട്ട് ചെയ്തു, അത് ഇൻസിഡന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മറ്റേത് നമ്മളെ പ്രിവാലൻസിന് കോവിഡാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. രോഗം വ്യാപിച്ച ഒരു ടൈമിലൊക്കെ നമുക്ക് രോഗം വ്യാപിച്ച ആളുകളുടെ എണ്ണം, അതാണ് പ്രിവാലൻസ് നമ്മൾ പറഞ്ഞത്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടെ നമ്മള് ആ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം, ഈ അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, നിങ്ങൾ ഡയബറ്റീസ്, ഇപ്പൊ അടുത്തിടെ നമ്മൾ ഡയബറ്റീസ് റിപ്പോർട്ട് ചെയ്ത എത്ര പേർക്ക് ഡയബറ്റീസ് റിപ്പോർട്ട് ചെയ്തു? അത് ന്യൂലി ഡയഗ്നോസ്ഡ് പുതിയതായിട്ട് കേട്ടോ. ഈ അടുത്തിടെ നമുക്ക് രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം. അപ്പൊ അതിനകത്ത് അതിന്റെ ഫോർമുല അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതാം. ആദ്യത്തേത് തന്നേക്കുന്നത് എന്താ? ഇൻസിഡന്റ് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് ഡിസീസ്. അപ്പൊ മൊത്തം ഈ സമീപകാലത്തുള്ള കേസുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ്, ആ ഒരു രോഗസാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇനി ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു റേറ്റ് ആണ്. It is the proportion of people who develop disease in the course of a specific time period. ഒരു നിശ്ചിത കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ പ്രപ്പോർഷൻ, ഇതാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ പ്രപ്പോർഷൻ. ഇനി അതിന്റെ ഫോർമുല എന്താ തന്നേക്കണേ? ഇൻസിഡന്റ് റേറ്റ് കാണുന്ന ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. ഒരു നിശ്ചിത കാലയളവില്
റിപ്പോർട്ട് ചെയ്ത പുതിയ രോഗബാധിതരുടെ എണ്ണം. എത്ര പേർക്ക് ആ ഡിസീസ് റിപ്പോർട്ട് ചെയ്തു? മനസ്സിലായോ? ഒരു നിശ്ചിത കാലയളവില് പുതിയ രോഗബാധിതരുടെ എണ്ണം അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ total person time at risk during the follow up period. എന്താ പറഞ്ഞിരുന്നത്? ടോട്ടൽ പേഴ്സൺ ടൈം, അതായത് ആ ഒരു ഡ്യൂറിംഗ് ദ ഫോളോ അപ്പ് പീരീഡ് എന്ന് പറഞ്ഞത് തുടർന്നുള്ള കാലയളവില് അപകട സാധ്യതയുള്ള മൊത്തം പേഴ്സന് വേണ്ടി നമ്മൾ ചെലവാക്കിയ ഒരു ടൈം, പേഴ്സൺ ടൈം ആണ് പറഞ്ഞത്. ആ ഒരു പേഴ്സന് വേണ്ടി ചെലവാക്കിയ നമ്മള് ടൈം, അതായത് ആ റിസ്കിലുള്ളവർക്ക്, ആ ഒരു അപകട സാധ്യതയുള്ളവർക്ക് വേണ്ടി നമ്മള് മൊത്തം എത്ര സമയം ചെലവഴിച്ചു, ആ ഒരു അപകട സാധ്യതയുള്ളവർക്ക് വേണ്ടി മൊത്തം എത്ര സമയം ചെലവഴിച്ചു, അതാണ്. അപ്പൊ നിങ്ങള് ആ ഫസ്റ്റത്തെ ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ ഫോർമലി ആയിട്ടുള്ളത് ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ തിരിച്ചാ തരാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ന്യൂമറേറ്റർ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ അത് തെറ്റിപ്പോകില്ലോ, കൺഫ്യൂസ്ഡ് ആവില്ല. അപ്പൊ ഈ നമ്മുടെ ഒരു നിശ്ചിത കാലയളവില് ഉള്ള പുതിയ രോഗബാധിതരുടെ എണ്ണം, അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ റിസ്കിലുള്ളവർക്ക് വേണ്ടി എത്ര സമയം ചെലവഴിച്ചു, അതാണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നമ്മള് ഇൻസിഡൻസ് കണ്ടുപിടിക്കാനുള്ള നമ്മള് എന്താ 3 പ്രധാനപ്പെട്ട ഇലമെന്റ്സ്, 3 കീ ഇലമെന്റ്സ്. അപ്പൊ അതിനകത്ത് നോക്കി ഫസ്റ്റ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് ഓൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൽ ഏതാ? പുതിയ കേസുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, അല്ലെ? നമ്മൾ എന്താ പറഞ്ഞേ? ഈയിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം. പണ്ടുള്ളതൊന്നും അതിനകത്ത് നോക്കൂലല്ലോ. ഈ അടുത്തിടെ, റീസെന്റ്, നമ്മള് ഈയിടെ നമ്മള് രോഗനിർണയം നടത്തിയ കേസുകള്, അതാണ് ന്യൂമറേറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂമറേറ്റർ. പുതിയ കേസുകൾ മാത്രമാണ് ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് നോക്കിയേ, ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ എന്താ പറഞ്ഞേക്കുന്നേ? ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ആ ഒരു അപകട സാധ്യതയുള്ള മൊത്തം ജനസംഖ്യ, എത്ര പേർക്ക് ആ ഒരു അപകട സാധ്യതയുണ്ട്, ആ റിസ്ക് ഉണ്ട്, ആ റിസ്കിലുള്ളവരുണ്ട്, മൊത്തം അപകട സാധ്യതയുള്ള ജനസംഖ്യ, അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. പുതിയ കേസുകള് ന്യൂമറേറ്ററിൽ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തു, അത് ന്യൂമറേറ്ററില്. രണ്ടാമത് അതിന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന എന്താ? ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ ആ ഒരു അപകട സാധ്യതയുള്ള മൊത്തം ജനസംഖ്യ. ഇനി നോക്കിയ മൂന്നാമത്തെ പോയിന്റ് എന്താ? ടൈം ഇലമെന്റ്. ടൈം ഇലമെന്റ്, the period over which recent cases detected. അതൊന്ന് അത് സ്പെല്ലിങ് തെറ്റാട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട്. ഡിറ്റക്റ്റഡ് കണ്ടെത്തുക എന്നാണ്. DETECTED ഡിറ്റക്റ്റഡ്, കണ്ടെത്തി, കണ്ടെത്തുക. റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്. ഇങ്ങോട്ട് ടൈം ഇലമെന്റ് എന്ന് പറഞ്ഞത് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സമീപകാല കേസുകള് കണ്ടെത്തിയ ആ കാലഘട്ടം, ഡിറ്റക്ട് ചെയ്ത ഒരു കാലഘട്ടം. പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്. സമീപകാല കേസുകള് ഡിറ്റക്ട് ചെയ്ത, കണ്ടെത്തിയ ആ ഒരു കാലഘട്ടം. ഇതാണ് ടൈം ഇലമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മൂന്നും ഇൻസിഡൻസിന്റെ കീ ഇലമെന്റ്സ് ആണ്. ഇത് മൂന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ഇട്ട് വെച്ചോ. ഓൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ദ ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൽ പുതിയ കേസുകൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഡിനോമിനേറ്ററിൽ അപകട സാധ്യതയുള്ള മൊത്തം ജനസംഖ്യ, അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇനി ടൈം ഇലമെന്റ് എന്ന് പറഞ്ഞ എന്താ? അതായത് സമീപകാല കേസുകള് ഡിറ്റക്ട് ചെയ്ത കാലഘട്ടം, കണ്ടെത്തിയ കാലഘട്ടം. ഇവിടെ കറക്റ്റ് ചെയ്തില്ല എല്ലാവരും. ഡിഫക്റ്റഡ് എന്ന് തന്നേക്കുന്ന, ഡിഫക്റ്റഡ് അല്ല, ഡിറ്റക്റ്റഡ് ആണ് കേട്ടോ. DETECTED ഡിറ്റക്റ്റഡ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ടു മെയിൻ ടൈപ്പ് ഓഫ് ഇൻസിഡൻസ്. രണ്ട് തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ട്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്, ഇൻസിഡൻസ് റേറ്റ്.
ഏതൊക്കെയാ? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്, ഇൻസിഡൻസ് റേറ്റ്, രണ്ടെണ്ണ പറഞ്ഞേക്കുന്നത്. എന്തായാലും ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞേ? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവില് ഒരു ജനസംഖ്യയില് സംഭവിക്കുന്ന ഒരു നിർദ്ദിഷ്ട സംഭവത്തിന്റെ സാധ്യത, എത്രത്തോളം അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്, സാധ്യതയുടെ അളവുകോലാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡീറ്റെയിൽ ഒന്നും തന്നിട്ടില്ല കേട്ടോ. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് ഈസ് എ മെഷർ ഓഫ് ദ ലൈക്ലിഹുഡ് ഓഫ് എ, ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. സയന്റിഫിക് ഇവന്റ് ഒക്കറിംഗ് ഇൻ എ പോപ്പുലേഷൻ ഓവർ എ ഗിവൺ ടൈം പീരീഡ്. എന്താ പറഞ്ഞേക്കുന്നത്? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. എക്സാം ബേസില് ഇത് ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഇൻസിഡൻസ് ഏതാന്നേ ചോദിക്കുള്ളൂ. ക്യുമുലേറ്റീവ് ഇൻസിഡൻസും ഇൻസിഡൻസ് റേറ്റും ഒന്ന് നോട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് അതിന് നമ്മൾ ഓൾസോ നോൺ ആസ് ഇൻസിഡൻസ് പ്രപ്പോർഷൻ എന്ന് പറയപ്പെടും. അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ച വേണമെങ്കിൽ ഇൻസിഡൻസ് പ്രപ്പോർഷൻ, PORTION, IP, incidence proportion, incidence proportion. The cumulative incidence is also known as incidence proportion. ഇനി എന്താ പറഞ്ഞേക്കണേ? ഒരു നിശ്ചിത കാലയളവിൽ ഒരു ജനസംഖ്യയില്, ഒരു പോപ്പുലേഷനിൽ, ഒരു നിശ്ചിത കാലയളവിൽ ഒരു ജനസംഖ്യയിൽ സംഭവിക്കുന്ന ഒരു നിർദ്ദിഷ്ട സംഭവത്തിന്റെ സാധ്യതയുടെ അളവുകോലാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. എന്നോട് പറയാം, ഒരു നിശ്ചിത കാലയളവില് ഒരു ജനസംഖ്യയില് സംഭവിക്കുന്ന ഒരു നിർദ്ദിഷ്ട സംഭവത്തിന്റെ സാധ്യതയുടെ അളവുകോലാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്നറിയപ്പെടുന്നത്. And it is also known as incidence proportion. Incidence proportion, IP എന്ന് അറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഇൻസിഡന്റ് റേറ്റ്, ഓൾസോ നോൺ ആസ് ഇൻസിഡൻസ് ഡെൻസിറ്റി. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറഞ്ഞ എന്താണ്? Incidence rate is the measure of how quickly a disease or condition occurs in a population over a specific period of time. അതായത് ഒരു നിർദ്ദിഷ്ട കാലയളവില്, അത് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി തരുന്നതാണ് കേട്ടോ. ഒരു നിർദ്ദിഷ്ട കാലയളവില് ഒരു ജനസംഖ്യയിൽ ഒരു രോഗമോ അല്ലെങ്കിൽ അവസ്ഥയോ, എന്തെങ്കിലും ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ എത്ര വേഗത്തിൽ സംഭവിക്കുന്നു എന്നതിന്റെ അളവാണ് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു നിർദ്ദിഷ്ട കാലയളവില് ഒരു ജനസംഖ്യയില് ഒരു രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ എത്ര വേഗത്തിൽ സംഭവിക്കുന്നു എന്നതിന്റെ അളവാണ് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് തരത്തിലുള്ള ഇൻസിഡൻസ് ഏതാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് വരുന്നുണ്ട്, രണ്ടാമത്തെ ഇൻസിഡൻസ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അത് രണ്ടും നോട്ട് ചെയ്തിടാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ചെയ്തിട്ടോ. Which are the two type of incidents? ഏതൊക്കെയാ? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്, ഇൻസിഡൻസ് റേറ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. സ്ഥിതി എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു.
അഡ്രസ് ചെയ്യുന്നു. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. ആ സ്ഥിതി എത്രത്തോളം, ഹൗ ഫാർ എത്രത്തോളം എന്ന ചോദ്യത്തിന് എന്ത് ചെയ്യുന്നു, ഉത്തരം നൽകുന്നു. രണ്ടാമത്തെ നോക്കിയേ, എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. എന്താ പറഞ്ഞേക്കുന്നത്? എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. അതായത് രോഗബാധിതയുടെ അളവുകോൽ എന്നാൽ ഒരു പ്രത്യേക ഒരു ടൈം പീരീഡിലേക്ക് ആയിരിക്കണം. രോഗബാധിതയുടെ അളവുകോലുണ്ട്. രോഗബാധിതയുടെ അളവുകോൽ എന്നാല് എന്താ, ഒരു നിശ്ചിത ടൈം പീരീഡിലേക്ക് ആയിരിക്കണം. ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്, നിശ്ചിത ടൈം പീരീഡിലേക്ക് ആകണം. ഇനി മൂന്നാമത്തെ നോക്കിയേ, എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം ഫോർ ദ പോപ്പുലേഷൻ അറ്റ് എ റിസ്ക് നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ. അതായത് ഇതെന്താ, ഇൻഷുറൻസ് റേറ്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേഴ്സണെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അത് ഒരു പേഴ്സണ് വേണ്ടിയുള്ളത് മാത്രമല്ല, അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ ആ റിസ്കിലുള്ള മൊത്തം ജനസംഖ്യക്ക് ഒരു ഫലം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പ്രകടിപ്പിക്കുന്നു. എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം ഫോർ ദ പോപ്പുലേഷൻ അറ്റ് എ റിസ്ക് നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അതൊരു അപകട സാധ്യതയുള്ള ഒരു മൊത്തം പോപ്പുലേഷന് ഒരു ഫലം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. ആ പഠനത്തിന്റെ തുടക്കത്തിൽ പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം, മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ്, ഡിസീസ് ഫ്രീ ആയിരിക്കണം. അതായത് നമ്മൾ ആ പഠനത്തിന്റെ ആ ബിഗിനിങ്ങില് ആർക്കും രോഗമൊന്നും ഉണ്ടാവാൻ അവിടെ ഡിസീസ് ഫ്രീ ആയിരിക്കണം. അതാണ് പഠനത്തിന്റെ തുടക്കത്തില് ആ പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം, ഡിസീസ് ഫ്രീ ആയിരിക്കണം, രോഗരഹിതരായിരിക്കണം. ഓക്കെ, അപ്പൊ നാലെണ്ണാണ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നേക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റത്തേൽ എന്താ പറഞ്ഞിരിക്കുന്നത്, സ്ഥിതി എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. പിന്നെ അതിനകത്ത് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, രോഗബാധിതയുടെ അളവുകോൽ. ഓക്കെ പറയാം കേട്ടോ. രോഗബാധിതയുടെ അളവുകോൽ എന്നാൽ അതെന്താ, ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കണം. പിന്നെ അടുത്ത നോക്കി, എക്സ്പ്രസ് മൂന്നാമത്തെ ആരോ ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം ഫോർ എ പോപ്പുലേഷൻ അറ്റ് എ റിസ്ക് നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ. അതായത് ഇൻസിഡന്റ്, ഒരു സംഭവം, അത് നമ്മൾ അതിന്റെ സംഭവ നിരക്ക് ഇതൊക്കെ കണ്ടുപിടിക്കുന്ന എന്താ, ഒരു സിംഗിൾ പേഴ്സണ് വേണ്ടിയുള്ളതല്ല, ഒരു വ്യക്തിക്ക് മാത്രം വേണ്ടിയുള്ളതല്ല. അതായത് ഒരു അപകട സാധ്യതയുള്ള പോപ്പുലേഷന്റെ ആ മൊത്തം ജനസംഖ്യക്ക് ഫലം കിട്ടുന്നതായിരിക്കണം. അതാണ്, ഒരു സിംഗിൾ പേഴ്സണ് വേണ്ടി മാത്രമുള്ളതല്ല, അപകട സാധ്യതയുള്ള ആ ഒരു ജനസംഖ്യക്ക് ഫലം ഉണ്ടാകാനുള്ള സാധ്യത പ്രകടിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ അതിന്റെ റേറ്റ് ഒക്കെ കണ്ടുപിടിച്ച് എത്ര പേർക്ക് ആ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ എന്താ പറയാ ബെനിഫിറ്റ് ആർക്കാ കിട്ടുന്നേ, ആ ജനസംഖ്യക്ക് മൊത്തമല്ലേ. അപ്പൊ അതിനനുസരിച്ച് വല്ല വാക്സിൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ ആ ഒരു ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ അതിന്റെ പെർസെന്റേജ് ഒക്കെ നോക്കി ആ പോപ്പുലേഷനിൽ ഒത്തിരി ആളുകളൊക്കെ ആ ഒരു സംഭവത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ എന്താ പറയാ, അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ആ പോപ്പുലേഷന് മൊത്തം വേണ്ടിയാ, അല്ലാതെ ഒരാളില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ലാന്ന്. അതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് മൊത്തം ജനസംഖ്യക്ക് ഒരു ഫലം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പ്രകടിപ്പിക്കുന്നു. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞിരുന്നത്, പഠനത്തിന്റെ തുടക്കത്തില് ഈ പോപ്പുലേഷൻ ജനസംഖ്യ എല്ലാവരും ഡിസീസ് ഫ്രീ ആയിരിക്കണം. പഠനത്തിന്റെ തുടക്കത്തില് ജനസംഖ്യ രോഗരഹിതമായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയ യൂസസ് എന്തൊക്കെയാണ്, ഇൻഷുറൻസിന്റെ യൂസസ് എന്നാണ് ഉപയോഗങ്ങൾ. Explain the risk of disease occurrence over time. നമ്മൾ ഓവർ ടൈം
നമ്മള് രോഗം വരാനുള്ള സാധ്യത അവിടെ വിശദീകരിക്കുന്നു. രോഗം വരാനുള്ള സാധ്യത വിശദീകരിക്കുന്നു. എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് occurrence over time. ഓവർ ടൈം രോഗം വരാനുള്ള ഒരു സാധ്യത അവിടെ വിശദീകരിക്കും, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ അടുത്ത് നോക്കിയാൽ യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. കണ്ടോ, അതിന് പ്രതിരോധ നടപടികൾ പ്ലാൻ ചെയ്യാനായിട്ട് ഇൻസിഡൻസ് റേറ്റ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സഹായമാകും. അപ്പൊ അത് വരാതിരിക്കാൻ പ്രിവെന്റീവ് മെഷേഴ്സിന്റെ പ്ലാൻ ചെയ്യാനും യൂസ്ഫുൾ ആണ്. ആസ് ടു പ്രിപ്പയർ റിസോർട്സ് ടു കോംബാറ്റ് ഇവന്റ്. അതുപോലെയുള്ള നമ്മൾ ആ ഒരു സെയിം ആയിട്ടുള്ള അതിനെ പ്ലാൻ ചെയ്യാനും സംഭവങ്ങളെ ചെറുക്കുന്നതിനുമുള്ള റിസോഴ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനും സഹായിക്കുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ട റിസോഴ്സ്, അതൊക്കെ നമ്മൾ അലോട്ട് ചെയ്യാനും സഹായിക്കുന്നു, പ്രിപ്പയർ ചെയ്യാനും സഹായിക്കുന്നു. അപ്പൊ ഇൻസിഡന്റ് റേറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് നമുക്ക് അതിന് ആ സംഭവം നമുക്ക് വരാതെ അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ആസൂത്രണം ചെയ്യാനും, പിന്നെ അതിനുള്ള ആ പ്രിവെന്റീവ് മെഷേഴ്സുകളൊക്കെ എടുക്കണമെങ്കിൽ അതിന് വേണ്ട റിസോഴ്സുകൾ ഉണ്ടല്ലോ, അതിന് വേണ്ട ഉറവിടങ്ങൾ, ആ റിസോഴ്സുകൾ പ്രിപ്പയർ ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ അടുത്ത് നോക്കിയേ, കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ 2 or more population. കണ്ടോ, 2 അതിലധികമോ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ആ രോഗസാധ്യത എന്ത് ചെയ്യാൻ പറ്റുന്നു, താരതമ്യം ചെയ്യാൻ പറ്റുന്നു, കമ്പയർ ചെയ്യാൻ പറ്റുന്നു. കമ്പയർ ദ റിസ്ക് ഓഫ് ഡിസീസ് ബിറ്റ്വീൻ 2 or more population. 2 അതിലധികമോ ഒരു ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു സാധ്യത, രോഗസാധ്യത നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാനൊക്കെ ഇവിടെ കുറച്ച് ഒരു പോപ്പുലേഷനിലുള്ള രോഗം അതിന്റെ ഇൻസിഡന്റ് റേറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് ഇവിടെ ആ ഒരു വാർഡാണെങ്കിൽ നമുക്ക് ആ ഒരു പോപ്പുലേഷൻ ഒരു വാർഡില് 10ാം വാർഡിലുള്ളവർക്ക് ഇത്രയും ആ ഒരു സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു. ഇൻസിഡന്റ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണെന്ന് അറിയാം. അപ്പൊ നേരെ കുറച്ച് നമുക്ക് ഒരു 12ാം വാർഡിൽ ആണെങ്കിൽ അത് ഇൻസിഡന്റ് റേറ്റ് നമുക്ക് അത് കുറവാണോ, അങ്ങനെ നമുക്ക് ആ രോഗസാധ്യത, അവരുടെ രോഗസാധ്യതകള് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. അത് ഇൻസിഡൻസിന്റെ ഒരു യൂസ്ഫുൾ ആണ്. കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ 2 or more population. 2 അതിലധികമോ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള രോഗസാധ്യത താരതമ്യം ചെയ്യുന്നു. പിന്നെ as the incident rate are influenced by any factor and detect the risk factor. Okay, ഈ സംഭവങ്ങളുടെ നിരക്ക്, ഇൻസിഡന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഘടകത്താൽ സ്വാധീനിക്കുകയും അപകട സാധ്യതയുള്ള ഘടകങ്ങൾ കണ്ടെത്താനും സഹായിക്കാനും പറ്റുന്നു. എന്താ പറഞ്ഞേക്കുന്നേ, സംഭവങ്ങളുടെ നിരക്ക് ഏതെങ്കിലും ഒരു ഫാക്ടർ, ഏതെങ്കിലും ഘടകത്താൽ സ്വാധീനിക്കും. ഏതെങ്കിലും ഫാക്ടർ നമുക്ക് ഒരു ഇൻസിഡന്റ് റേറ്റ് കണ്ടുപിടിച്ചോ, അപ്പൊ ആ ഒരു സംഭവം നമുക്ക് വരാനുള്ള ഒരു ഫാക്ടർ ഏതാണ് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അത് അതിന്റെ സ്വാധീനിക്കുകയും അപകട സാധ്യതയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് അത് ഡിറ്റക്ട് ചെയ്യാനും സാധിക്കുന്നു, കണ്ടെത്താനും സാധിക്കുന്നു എന്നാണ്. ഓക്കെ, അത് 4 അവിടെ യൂസസ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ല ലാസ്റ്റ് പോയിന്റ്? ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കേ. As the incident rate are influenced by any factor, incidence rate ഏതെങ്കിലും ഒരു ഘടകം, ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സ് എന്ന് വെച്ച ഘടകം, സംഭവങ്ങളുടെ ആ നിരക്ക് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘടകത്താൽ നമ്മൾ സ്വാധീനിക്കുകയും അപകട സാധ്യത അതിന്റെ ആ റിസ്കിന്റെ ഫാക്ടർ ഉണ്ടല്ലോ, എനി ഫാക്ടർ rate are influenced by any factor and dictate the risk factor. ആ അപകട സാധ്യതയുടെ ഫാക്ടർ ഏതാ, അത് ഏത് ഘടകമാണ് എന്ന് കണ്ടെത്താനും പറ്റുന്നു. ഇപ്പൊ നമ്മുടെ ഡയബറ്റീസിന്റെ ഒക്കെ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് ആ ഒരു പോപ്പുലേഷനിൽ അടുത്തിടെ നമ്മുടെ ഡയബറ്റീസ് റിപ്പോർട്ട് ചെയ്ത കേസുകൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഫാക്ടർ എന്താണ്, അതിന്റെ ഘടകം, ആ ഒരു ഇൻസിഡന്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ അത് എന്താണെന്ന്, നമുക്ക് ആ റിസ്ക് ഫാക്ടർ എന്താണെന്ന് കണ്ടെത്താനും പറ്റുന്നു എന്നുള്ളത്.
ഓക്കെ, എനിക്ക് മനസ്സിലായി പറയണേ. എന്ന് വെച്ചാൽ ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് അത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന പോയിന്റ്സുകൾ അല്ല, ഒരു സെക്ഷൻ അല്ല, ഇത്തിരി ടഫ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഞാൻ പറയുന്നുണ്ട്. ഇതിപ്പോ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടിയൊക്കെ ചോദിക്കുക കേട്ടോ. ഞാനതൊന്നുകൂടി പറയാം. നമ്മൾ കുറച്ച് പോർഷൻ എടുക്കുന്നുള്ളൂ, 2 പേജ് മാക്സിമം. അത് ഇത്തിരി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ പ്രത്യേകിച്ച് ആ നോട്ട് ചെയ്തിടാൻ പറയണ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൽ നിന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണുന്ന പോർഷൻസ് ആണ്. ഒന്ന് നോക്കാം. യൂസസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. അതിനകത്ത് യൂസസ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോളാം. ആ ഒരു റിസ്ക് ഫാക്ടർ ഏതാണെന്ന് കണ്ടെത്താനും പറ്റുന്നു എന്നുള്ളത്. ഇനി നമുക്ക് നോക്കിയാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ, ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ, എവിടെയൊക്കെയാണ് ഇൻസിഡൻസ് സഹായമാകുന്നത്? ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ തൊട്ട് മുന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ എവിടെയൊക്കെയാവും? ഇൻ പാത്തോജെനിസിസ്. പാത്തോജെനിസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയത്തിന്. നമുക്ക് ഡിസീസ് ഏതാണ് അല്ലെങ്കിൽ അത് രോഗനിർണയത്തിന് ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ഓറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ്, പാത്തോജെനിസിസ്. പാത്തോജെനിസിസ് രോഗനിർണയത്തിന്. രണ്ടാമത്തെ ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. To find the disease distribution, എന്താണ്? രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. അടുത്ത നോക്കിയേ, ടു കൺട്രോൾ ഡിസീസ്. ഡിസീസ് കൺട്രോൾ ചെയ്യാനായിട്ട്, രോഗം നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഡിസീസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻസിഡൻസ് സഹായിക്കുന്നു. അടുത്ത നോക്കിയേ, ഇൻ റീസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ്. നമ്മുടെ നിയന്ത്രണത്തിലും അതുപോലെ ചികിത്സ അളവിലും സഹായിക്കുന്നു. ഡിസീസിനെയൊക്കെ ആണെങ്കിലും റീസ്ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിയന്ത്രിക്കുക എന്നാണ് മീനിങ്. റീസ്ട്രെയിൻ നിയന്ത്രിക്കാനും അതുപോലെ ചികിത്സാ മെഷർമെന്റില്, തെറാപ്യൂട്ടിക് മെഷർമെന്റ് ചികിത്സ അളവിലും ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. അടുത്ത് നോക്കിയേ, ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്. ആരോഗ്യ നയങ്ങൾ ഉണ്ടാക്കുന്നതിന്. ഇൻ ഹെൽത്ത് പോളിസി മേക്കിംഗ്, ആരോഗ്യ നയങ്ങൾ ഉണ്ടാക്കുന്നതിന്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് നോട്ട് ചെയ്തിടുക. ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡാഷ്, അങ്ങനെ തന്നെ ചോദിക്കും. എവിടേക്കാ ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആവുന്നേ? പാത്തോജെനിസിസ് രോഗനിർണയത്തിന്. ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. ടു കൺട്രോൾ ഡിസീസ് ഡിസീസ് നിയന്ത്രിക്കുന്നതിന്. ഇൻ റീസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷേഴ്സ് റീസ്ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിയന്ത്രിക്കുക എന്നുള്ളത്. നിയന്ത്രണത്തിലും ചികിത്സാ അളവിലും. പിന്നെ ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ് ആരോഗ്യ നയങ്ങൾ ഉണ്ടാക്കുന്നതിന്. ക്ലിയർ ആയോ? 5 പോയിന്റ് നോട്ട് ചെയ്തിട്ട് അത്. ഓക്കെ, ഇനി അടുത്തത് ചാലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളികൾ, ചലഞ്ചസ് എന്തൊക്കെയാണ്? ഇതൊരു പാരഗ്രാഫാണ്. പാരഗ്രാഫിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ അതിന്റെ താഴെ ഒരു 3 കോളം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും മാറി മാറി ഈ ഒരു സെക്ഷനിൽ ഇവിടുന്ന് ചോദിക്കാറുള്ളതാണ്. പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നത്, ഇന്റേണൽ ചലഞ്ചിൽ വരുന്നത്, എക്സ്റ്റേണൽ ചലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. അതിനകത്ത് ചലഞ്ചസ് ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അവിടെ 2 പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ആ ഒരു സെക്ഷനിലേക്ക് പോകാം കേട്ടോ. ഇത് ജസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. പാരഗ്രാഫിന്റെ ഉള്ളിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഓക്കെ, the technological progress in the field of medical science have overtaken our social, economic and political policies and have provided the clinicians
with the newly discovered aids for diagnosis and treating illness. Okay, medical science technological progress. അല്ലെ, നമുക്കറിയാം ടെക്നോളജി ഓരോ ദിവസം ചെല്ലുന്തോറും എന്താ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ പണ്ടത്തെ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഉള്ള ടെക്നോളജിയാണ് ഇപ്പൊ. നമ്മള് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ ഉള്ള നമ്മൾ പഠിച്ച രീതിയിലുള്ള ടെക്നോളജിയാണ് ഇപ്പൊ അല്ലെ. എല്ലാ ഫീൽഡിലും ഇപ്പൊ നമ്മള് ഇപ്പൊ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഫീൽഡിലായിക്കോട്ടെ, ഏതൊരു ഇതിലാണെങ്കിലും നമ്മൾ ടെക്നോളജി ഓരോ ദിവസം ചെല്ലുന്നവരും എന്താണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും ശരി അല്ലെ, ഓരോ ഇപ്പൊ എത്ര സംവിധാനങ്ങളാണ് നമുക്ക് ഓരോ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും അതിന്റെ ട്രീറ്റ്മെന്റിനും ഒക്കെ ആയിട്ട് അല്ലെ. ഇപ്പൊ നമ്മളെ ചെറിയൊരു സർജറി തന്നെയാണെങ്കിലും മതി. നേരത്തെ എല്ലാം നമ്മൾ ഓപ്പൺ സർജറി ആയിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ അത്രയും എന്താ വേദനയും കുറവാണ്, റിസ്കും ഇല്ല. ഇപ്പൊ കീ ഹോൾ സർജറി ആയി, അതൊരു ടെക്നോളജി ഒരു പ്രോഗ്രസ് അല്ലേ. കമ്പ്യൂട്ടറിന്റെ മറ്റേതെല്ലാം ഫയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു റെക്കോർഡ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് ചാർട്ട് എടുക്കണം അല്ലെ, നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുക്കണം, അവിടുന്ന് ചാർട്ടായിട്ട് എടുക്കണം. ചാർട്ട് കുറെ ഫയലുകൾ ഉണ്ടാവും, അതിന് നമ്മുടെ നമ്പർ നോക്കി കണ്ടുപിടിച്ചെടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നേരെ ചെന്ന് MRD നമ്മൾ ആ നമ്പർ അടിച്ചെടുത്ത സിസ്റ്റത്തിൽ ഓൾറെഡി എല്ലാം ഉണ്ട്. നിങ്ങൾ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇനിയിപ്പോ നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. അശ്വതിമം അടുത്ത ക്ലാസ്സിൽ അത് തുടങ്ങും. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് ഓരോ മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സല്, പവർ പോയിന്റ്, അതിന്റെ ആപ്ലിക്കേഷൻ, ഹോസ്പിറ്റലില് ഓരോന്നും എവിടെയൊക്കെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ, അതൊക്കെ പഠിക്കാണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ എല്ലാം കമ്പ്യൂട്ടറിൽ പഠിക്കാണ്ട് നിങ്ങൾക്ക്. പിന്നെ അതിന്റെ ഡിഫക്റ്റുകൾ കാര്യങ്ങൾ എല്ലാരും വരുന്നുണ്ട്. ഇപ്പൊ നല്ലൊരു ചാപ്റ്റർ ആണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അടുത്ത് തുടങ്ങും. അപ്പൊ എന്തായാലും അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലില് എല്ലാ ടെക്നോളജി എന്ത് ചെയ്യുക, ഓരോ ദിവസം ചെല്ലുന്തോറും അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ്. ടീച്ചർ എടുത്താൽ മതിയായിരുന്നു. അശ്വതി മാമാണ് നിങ്ങൾക്ക് എടുക്കുന്നേ, നിങ്ങളുടെ ക്ലാസ്സിലില്ല. 5th ഞാൻ എടുത്തത് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ. ഇപ്പൊ ഒരു ചാപ്റ്റർ കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇത് തീരുവാണെങ്കിൽ കുഴപ്പമില്ല, സിമ്പിൾ ചാപ്റ്റർ അത്. എന്നുവെച്ചാൽ നിങ്ങള് ബേസിക് കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലേ? കമ്പ്യൂട്ടറിന്റെ നമ്മളെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകള്, CPU, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ സെക്ഷനിൽ വരുന്നത്. അതിനകത്ത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് ആ ഒരു ചാപ്റ്ററിൽ. അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ ആ ഒരു ഇതൊക്കെ അതിനകത്ത് വരുന്നത്. നമ്മള് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ വേർഡ് നമ്മള് പ്രാക്ടിക്കൽ ഇവിടെ നിന്നില്ല. നിങ്ങൾക്ക് അതിനകത്ത് ആ ഷീറ്റ് ഒക്കെ അതിനകത്ത് ഓൾറെഡി നിങ്ങളുടെ നോട്ടിലുണ്ട്. അപ്പൊ അതിനകത്ത് ജസ്റ്റ് നോക്കിയിട്ട് ടൂൾ ബാറുകൾ, കാര്യങ്ങൾ, വേർഡ്, പിന്നെ അതിന്റെ എക്സല്, പിന്നെ അടുത്ത് പവർ പോയിന്റ്, അങ്ങനെ 3 സ്ലൈഡ് പ്രസന്റേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. പിന്നെ അത് എന്ന് വെച്ചാൽ ആപ്ലിക്കബിൾ എവിടെയാണ് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തത്, അതിന്റെ വേർഡിന്റെ ആപ്ലിക്കേഷൻ എവിടെയാ, എക്സല്, പവർ പോയിന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അതിനകത്തൊക്കെ എവിടെയാണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഫ്രോഡുകൾ വരാലോ, മാൽവെയർ, അങ്ങനെയുള്ള ഫിഷിങ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ് ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത്. നല്ലൊരു ചാപ്റ്റർ ആണ്. അപ്പൊ എന്താ നിങ്ങൾക്ക് ചെയ്യുക, ഈ എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും നമ്മളിപ്പോ എന്തായാലും ഇത് പഠിച്ചു കഴിയുമ്പോൾ കമ്പ്യൂട്ടർ നോളജ് എന്തായാലും വേണം. അത്യാവശ്യം നമ്മളത് യൂസ് ചെയ്യാനും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ അത് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചാപ്റ്റർ എന്താ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ശരിക്കും ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇനി എക്സ്ട്രാ 2 ചാപ്റ്ററാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇനിയുള്ള ക്ലാസ്സിന് ഞാനും ട്രീസ മാമും കൂടി ആയിരിക്കും ചിലപ്പോൾ അത് എടുക്കുന്നത്. നമ്മൾ കിട്ടുന്ന ക്ലാസ്സുകൾ അനുസരിച്ചായിരിക്കും എടുക്കുന്നത്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ചാപ്റ്റർ ഉണ്ട്. അതും കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ചാപ്റ്റർ. നമ്മൾ ഓരോരുത്തർക്കുടെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് അത് ഇത് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചായിരിക്കുന്നത്. അപ്പൊ ഇതിന്ന് തീരുന്നോടത്തോളം തീരട്ടെ, എന്നിട്ട് അതിന് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് തുടങ്ങാം കേട്ടോ. അപ്പൊ പിന്നെ ഒരു ചാപ്റ്റർ കൂടിയേ ഉള്ളൂ.
നമുക്കിനി കുറച്ച് ലിമിറ്റഡ് ടൈം അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ എക്സാം ഒക്കെ ക്ലാസ് കഴിയാറായല്ലോ. ഇനിയിപ്പോ എക്സാം നിങ്ങളുടെ തൊട്ട് മുന്നുള്ള 5th ബാച്ചിന്റെ എക്സാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. അവരുടെ മോഡലാണ് ഇപ്പോ. ഇന്ന് ലാസ്റ്റ് 4th മൊഡ്യൂളിന്റെ ലാസ്റ്റ് പേപ്പർ ഇന്നവർക്ക്. ഇത് മെയിൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പൊ അത് കഴിയുമ്പോ തന്നെ നിങ്ങളുടെ ബാച്ചിന്റെ എക്സാം ഒക്കെ തുടങ്ങും. നിങ്ങളുടെ 3rd ഉം 4th മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് 4 പേപ്പറും ടിക്ചറും മോഡലൊക്കെ വരുന്നത്. അതൊക്കെ നിങ്ങളെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി ചെയ്ത് കറക്റ്റ് ആയിട്ട് തരും. അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് 2 ചാപ്റ്റർ കൂടിയല്ലേ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. 2 ചാപ്റ്റർ അല്ലേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാപ്റ്റർ ഏകദേശം കഴിയും. ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലേ എടുത്തോണ്ടിരിക്കുന്നത്? കഴിഞ്ഞല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞുള്ള പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനും കൂടി ആയിരിക്കും റെസ്പോൺസിബിലിറ്റി തുടങ്ങുന്നത്. ഓക്കെ, ഞങ്ങൾ മാറി എടുക്കാം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ഇതൊക്കെ പാരഗ്രാഫ് അല്ലേ? അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോയാൽ മതി. ഇതിലൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഒന്ന് നോക്കി വെക്കണം. അപ്പൊ ഈ നമ്മുടെ ഒരു ടെക്നോളജി, ഇപ്പൊ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ നമ്മുടെ ടെക്നോളജിക്കൽ പ്രോസസ്സ്, ടെക്നോളജിയിൽ നമ്മൾ വന്നേക്കുന്ന മാറ്റങ്ങള് സാമൂഹികവും ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു സാമ്പത്തികവും പൊളിറ്റിക്കൽ പോളിസീസിനെ എന്ത് ചെയ്യുന്നു, അതിനെ തകിടം മറിക്കുകയും രോഗനിർണയത്തിനായിട്ട് രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യാനും അതിന്റെ ട്രീറ്റ്മെന്റിനുമായിട്ട് പുതുതായി കണ്ടെത്തിയിട്ടുള്ള എയ്ഡ്സ് ക്ലിനിഷ്യന് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. നേരത്തെ ടെക്നോളജി നമ്മള് അത് ഇപ്പൊ പുതിയ കണ്ടുപിടുത്തങ്ങള് newly discovered aids for diagnosis and treating illness. നമ്മൾ രോഗനിർണയത്തിനും രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിനുമായിട്ടുള്ള പുതിയ ടെക്നോളജികള് എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള എയ്ഡ്സുകള് ക്ലിനിഷ്യന് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. Demand from the clinician and the community to provide newly discovered technological capabilities in the hospital and the health service system. ഹോസ്പിറ്റലിലും എന്താ ഹെൽത്ത് സർവീസ് സിസ്റ്റത്തിലും നമ്മൾ പുതിയതായി കണ്ടെത്തിയിട്ടുള്ള കഴിവുകൾ നൽകണമെന്ന് ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. Demand from the clinician and the community. That demand to provide newly discovered technological capability in the hospital and the health service. ഹോസ്പിറ്റലിലും ഒരു ആരോഗ്യ സേവനങ്ങളും ഒരു സംവിധാനത്തിലും ഒക്കെ പുതുതായി കണ്ടെത്തിയിട്ടുള്ള കഴിവുകള്, ടെക്നോളജികള് അപ്ലൈ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണമെന്ന് ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ്. ഇറ്റ് ഹാസ് ബീൻ നോട്ടഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ് ഡെക്കേഡ്സ് എന്ന് പറഞ്ഞാൽ 10 വർഷങ്ങളായി, ശതാബ്ദങ്ങളായിട്ട്, ഡെക്കേഡ്സ് 10 വർഷം. It has been noticed that at least half of the last decade's rise in the medical cost is imputable. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇംപ്യൂട്ടബിൾ എന്നല്ല, അട്രിബ്യൂട്ടബിൾ എന്നാണ്, സംബന്ധിക്കുന്നതാണ്. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടേ. അട്രിബ്യൂട്ടബിൾ, ATTRIBUTABLE, അട്രിബ്യൂട്ടബിൾ. Attributable, ATTRIBUTABLE, attributable to help technology, medicine, especially diagnosis and surgical procedure. എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10 ദശാബ്ദങ്ങളായിട്ട്, ഈ 10 വർഷങ്ങളിൽ കുറഞ്ഞത് പകുതിയോളം മെഡിക്കൽ ചെലവുകള് ഉയർന്ന ഒരു സാങ്കേതിക വിദ്യ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡയഗ്നോസ്റ്റിക് സർജറി പ്രൊസീജിയർ മൂലമാണെന്ന് അവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, 10 വർഷങ്ങളായിട്ട് മെഡിക്കൽ ചെലവുകളും
മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ചെലവുകൾ ഉയർന്നത് എന്ത് മൂലമാണ്? ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ മൂലമാണ് ആ മെഡിക്കൽ ചെലവുകൾ ഉയർന്നത് എന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. In spite of high cost, the commercial firms and the corporate bodies are launching the state of the hospital with the newest medical technology with the economic returns and are increasing. അപ്പൊ എന്നാലും ഈ ഉയർന്ന ചെലവുകൾക്കിടയിലും ഇൻസ്പൈറ്റ് ഓഫ് ദ ഹൈ കോസ്റ്റ്, ഉയർന്ന ചെലവുകൾക്കിടയിലും അവിടെ വാണിജ്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഏകദേശം പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ ഒരു സാമ്പത്തിക ലാഭത്തോടു കൂടി ആശുപത്രിയുടെ ഒരു അവസ്ഥ ആശുപത്രി ആരംഭിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഉയർന്ന ഒരു കോസ്റ്റില്, ഉയർന്ന ചെലവുകൾക്കിടയിലും ഈ കൊമേഴ്ഷ്യൽ ഫേംസ്, വാണിജ്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഏറ്റവും പുതിയ മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്താണ് ഒരു സാമ്പത്തിക ലാഭത്തോടെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സിറ്റുവേഷൻ, ഒരു അവസ്ഥ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് this provides the growing level of healthcare awareness among the people and the utilization of such services by the people from the private sector too. എന്താ ഇത് ജനങ്ങൾക്കിടയിൽ ഒരു ഹെൽത്ത് കെയർ അവയർനെസ് വളരുന്നതിനും ഇപ്പൊ ഹെൽത്തിനെ കുറിച്ച് എന്താ ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനും ഇതാണ്. ഇത് ജനങ്ങൾക്കിടയിൽ ഒരു ഹെൽത്ത് കെയർ അവയർനെസ് വളരുന്നതിനും ഈ സ്വകാര്യ മേഖലയിൽ, പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയിലുള്ള ആളുകള് അത്തരം സേവനങ്ങള് പ്രയോജനപ്പെടുത്തുന്നതും ഇത് അതിനൊരു തെളിവാണ്. ഇത് പ്രൂവ് ചെയ്യുന്നു. ദിസ് പ്രൂവ് ദാറ്റ് growing level of healthcare awareness among the people. ഇതെന്താ തെളിയിക്കുന്നേ? ആ ജനങ്ങൾക്കിടയിൽ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു നോളജ്, അവയർനെസ് എന്ത് ചെയ്യുന്നു? അവർക്ക് വളരുന്നു. ഹെൽത്ത് കെയർ അവയർനെസ് വളരുന്നതിനും പ്രൈവറ്റ് സെക്ടറിലുള്ള, സ്വകാര്യ മേഖലയിലുള്ള ആളുകള് അത്തരം സർവീസുകള് പ്രയോജനപ്പെടുത്തുന്നതും ഇത് അതിനുള്ള ഒരു തെളിവാണ്. It shows that there is increasingly more and more supremacy by the consumer rather than providers or procedure in medical practice. ഇതെന്താ തെളിയിക്കുന്നേ? മെഡിക്കൽ പ്രാക്ടീസ് മേഖലയില് അത് പ്രൊഡ്യൂസേഴ്സിനേക്കാളും ആർക്ക് സുപ്രമസി കൊടുക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? കൺസ്യൂമറിന്. ഇവിടെ ഹോസ്പിറ്റലിലെ കൺസ്യൂമർ എന്ന് ഉദ്ദേശിക്കുന്ന ആരാ? പേഷ്യൻസിന് അല്ലെ? കൺസ്യൂമറിന് കൂടുതൽ സുപ്രമസി, മേൽക്കോയ്മ ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു. It shows that there is increasingly more and more supremacy by consumer. Underline ചെയ്തിട്ട് ആ സെന്റൻസ്. It shows that there is increasingly more and more supremacy by consumer rather than ആരെക്കാളും? providers or producers. പ്രൊവൈഡേഴ്സിനെ, അത് പ്രൊവൈഡ് ചെയ്യുന്നവരെക്കാളും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെക്കാളും ആർക്ക് സുപ്രമസി ഉണ്ട്, മേൽക്കോയ്മയുണ്ട്? കൺസ്യൂമറിന് കൂടുതൽ സുപ്രമസി ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു. ലാസ്റ്റ് പാരഗ്രാഫ്. Hospital including to provide more and more reputed service in one discipline or other rather than a holistic institution of healthcare with a multidisciplinary medical field like the eye, ENT, general surgery, etc., resulting it to be a profit-oriented business establishment. എന്താ പറഞ്ഞേക്കുന്നത്? eye, ENT, ജനറൽ സർജറി പോലെയുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീമുള്ള, മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം ഇതുള്ളത്. ENT, ജനറൽ സർജറി തുടങ്ങിയ ഒരു മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീമുള്ള ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ, ഒന്നുകൂടി നോക്കിയാൽ ലാസ്റ്റ് സെന്റൻസിൽ നിന്ന് നോക്കിയേ. ENT, ജനറൽ സർജറി പോലെയുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീമുള്ള ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിനേക്കാൾ
ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ കൂടുതൽ ഒരു കുറച്ച് സേവനങ്ങൾ നൽകുന്ന ആശുപത്രി ഉൾപ്പെടെയുള്ള ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് സ്ഥാപനമായി മാറും. ഈ ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു സ്ഥാപനം, പ്രൊമോട്ട് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ഒക്കെ തരുന്ന ഒരു ഇതാണ് ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കുന്നത്? IENT, ജനറൽ സർജറി തുടങ്ങിയ മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം ഉള്ള ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ ഏതാണ് ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റു കുറച്ചുകൂടി റെപ്യൂട്ടഡ് സർവീസ്, ഒരു തകർന്ന ഒരു സേവനങ്ങൾ നൽകുന്ന ഒരു ആശുപത്രി ഉൾപ്പെടെ അതൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് സ്ഥാപനമായി മാറും. അതിനകത്ത് ജസ്റ്റ് അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് പ്രിന്റ് നോട്ടിലുള്ളത് കൊണ്ട് ഞാനൊന്ന് വായിച്ച് മീനിങ് പറഞ്ഞതേ. ഇത് കണ്ടിട്ട് ആരും ടെൻസ്ഡ് ആവണ്ട. ഇതിനകത്ത് ഈ ഒരു ചാപ്റ്റേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്റെ എക്സാം ബേസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു സെക്ഷനിലായിരിക്കും. ഈ ഒരു പേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറി മാറി ചോദിക്കാനുണ്ട്. പേഷ്യന്റ് സർവീസ് ചലഞ്ചുകൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് സേവന വെല്ലുവിളികള്, ഇന്റേണൽ ചലഞ്ചിൽ വരുന്നത് ഏത്, എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്നത് ഏത്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പേഷ്യന്റ് സർവീസ് ചലഞ്ച് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഏതൊക്കെയാണ്? ക്വാളിറ്റി കെയർ, ഗുണനിലവാരമുള്ള ഒരു പരിചരണം, ക്വാളിറ്റി കെയർ. അടുത്ത പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റിന്റെ സംതൃപ്തി. പിന്നെ അടുത്ത് നോക്കിയതാണ് ന്യൂ ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജികള്, സർവീസ് എക്സ്പാൻഷൻ, സേവന വികസനം. പിന്നെ ഓവർ ക്രൗഡിങ്, അമിത തിരക്ക്. ഇതെല്ലാം പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നതാണ്. നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും ചോദിക്കില്ല. ഇപ്പൊ പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെയായിരിക്കും ആ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഏതൊക്കെയാണെന്നത് വ്യക്തത നോക്കിയേ. ക്വാളിറ്റി കെയർ വരുന്നുണ്ട്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ, ഓവർ ക്രൗഡിങ്. ഇതെല്ലാം പേഷ്യന്റ് സർവീസ് ചലഞ്ചിലെ വെല്ലുവിളികളിൽ വരുന്നതാണ്. നല്ലൊരു ക്വാളിറ്റി കെയർ നൽകുക എന്നുള്ളത് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് അല്ലെ. ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ എണ്ണം കുറയും അല്ലെ. സർവീസ് നല്ലൊരു സർവീസ് കൊടുത്താൽ മാത്രമാണ് ഒരു നല്ലൊരു ഹോസ്പിറ്റൽ എന്നുള്ള ഇത് വരുള്ളൂ. അതിനനുസരിച്ച് പേഷ്യൻസ് വരുള്ളൂ. ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനൊക്കെ ആ ഒരു ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. നല്ല സർവീസ് കൊടുക്കണം അവിടെ. അപ്പൊ പേഷ്യന്റ് സർവീസ് ചലഞ്ച് വരുന്നതാണ് ക്വാളിറ്റി കെയർ. രണ്ടാമത്തെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സംതൃപ്തി വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ ട്രീറ്റ്മെന്റിനും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ നല്ല സംതൃപ്തരായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ ചിലരൊക്കെ ഡിസ്ചാർജ് വാങ്ങി പതുക്കെയൊക്കെ പോവാറുണ്ട്. ഡിസ്ചാർജ് പ്രോസസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മള് ഡോക്ടർ പറയുന്നേക്കാളും മുന്നേ ഡിസ്ചാർജ് മേടിച്ചു പോകുന്ന കേസുകളൊക്കെ, ഡിസ്ചാർജ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസ്ചാർജസിൽ പഠിച്ചതാണ് ആ ഒരു ചാപ്റ്ററിൽ. നിങ്ങൾ ആരെടുത്തതെന്ന് എനിക്കറിയില്ല, എങ്കിലും അതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ന്യൂ ടെക്നോളജി, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഹോസ്പിറ്റലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജി വേണം. ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റിനും ഒക്കെ നമ്മൾ പുതിയ ടെക്നോളജിയാണ് യൂസ് ചെയ്യേണ്ടത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചൊന്നും പറ്റില്ല. നമ്മൾ ആ ടെക്നോളജി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നതിനനുസരിച്ച് ഹോസ്പിറ്റലിലും അത് അപ്ലൈ ചെയ്യണം. അത് എഴുതുക. പിന്നെ സർവീസ് എക്സ്പാൻഷൻ, സേവന വികസനങ്ങൾ, ഓവർ ക്രൗഡിങ്, അമിത തിരക്ക്, അതും പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നതാണ്. അത്രയും പഠിച്ചോ? അഞ്ചെണ്ണം പഠിച്ചു വെച്ചോ? മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അഞ്ചെണ്ണം നോക്കി വയ്ക്കാം. ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ, ഓവർ ക്രൗഡിങ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഇന്റേണൽ ചലഞ്ചസ്. ഏതൊക്കെയാ? ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് മാറിപ്പോകുന്നത് കേട്ടോ. ഇന്റേണൽ ചലഞ്ചില് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. പേഷ്യന്റ് സർവീസ് ചലഞ്ചിലാണ് ക്വാളിറ്റി കെയർ വരുന്നത്. ഇനി വേണമെങ്കിൽ അവര് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ ചോദിക്കാം. പക്ഷെ നിങ്ങൾ ആ പേഷ്യന്റ് സർവീസ് ചലഞ്ച് ഫുൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെന്ന് പഠിച്ചില്ലേ നിങ്ങള്? അങ്ങനെ നോക്കുക. ഏതെങ്കിലും 2 സെക്ഷൻ നിങ്ങൾ തറവായിട്ട് പഠിച്ചു വെക്കാം.
അപ്പൊ പിന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാൽ അറിയാലോ. ഒരു 2 സെക്ഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇന്റേണൽ ചലഞ്ച് നോക്കിയ ക്വാളിറ്റി മാനേജ്മെന്റ് വരുന്നുണ്ട്, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്, ചെലവ് നിയന്ത്രണവും സാമ്പത്തിക പരിമിതികളും. ചെലവ് നിയന്ത്രണവും സാമ്പത്തിക പരിമിതികളും, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്. പിന്നെ അടുത്ത് നോക്കിയ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം, ലീഡർഷിപ്പ് മോട്ടിവേഷൻ. അടുത്ത് നോക്കിയേ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, IT, മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി. ജസ്റ്റ് വേറെ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, അതിൽ വരുന്നത് ഏതാണെന്നോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. ദെൻ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, മത്സര ബുദ്ധിയുള്ള ഒരു മാർക്കറ്റ്, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അടുത്തത് പവർ ക്രേസ്, എന്താ അധികാര ആവേശം, പവർ ക്രേസ് അധികാര ആവേശം. അടുത്ത് നോക്കിയേ മാൻ പവർ മാനേജ്മെന്റ്, പിന്നെ അടുത്ത് നോക്കിയേ ഏതാണ് ടെക്നോളജി മാനേജ്മെന്റ്. ദെൻ ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സ്ഥിരമായ സംഘടനാ ഘടന. ഇത്രയും ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നതാണ്. ഒന്നുകൂടി നോക്കിയേ ക്വാളിറ്റി മാനേജ്മെന്റ് 2-3 പ്രാവശ്യം വായിച്ച് നിങ്ങൾക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചില്ലേ? അതാ ഞാൻ പറഞ്ഞ ഏതെങ്കിലും 2 എണ്ണം. ഇപ്പൊ അതിനകത്ത് പേഷ്യന്റ് സർവീസ് ചലഞ്ചും എക്സ്റ്റേണൽ ചലഞ്ചും അധികം ഇല്ല, ചെറുതാണ്. അപ്പൊ അത് 2 നിങ്ങൾക്ക് അങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇന്റേണൽ ചലഞ്ച് വന്നാലും നമുക്ക് എഴുതാലോ, പേഷ്യന്റ് സർവീസ് ചലഞ്ചും അല്ല എക്സ്റ്റേണൽ ചലഞ്ചിന് വരാത്തതാണെങ്കിൽ ഇന്റേണൽ ചലഞ്ച് ആണെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ അത് 2 എണ്ണം നമ്മൾ തറവാക്കി വെക്കാം, പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തെറ്റ് വരില്ല. ഓക്കെ, അപ്പൊ കുഞ്ഞിത് നോക്കി പഠിച്ചു വെച്ചാൽ മതി എളുപ്പത്തില്. പേഷ്യന്റ് സർവീസ് ചലഞ്ചും എക്സ്റ്റേണൽ ചലഞ്ചും കുറച്ചുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, മറ്റത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിൽ ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് വെച്ചാൽ എഴുതാം. ഇന്റേണൽ ചലഞ്ച് പെട്ടെന്ന് പറയാം. ക്വാളിറ്റി മാനേജ്മെന്റ്, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം, മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, ദെൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, പവർ ക്രൈസ് അധികാര ആവേശം, മാൻ പവർ മാനേജ്മെന്റ്, ടെക്നോളജി മാനേജ്മെന്റ്, ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഉള്ളൂ, നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എക്സ്റ്റേണൽ ചലഞ്ചും വരുന്നുണ്ട്. ഏതാണ് അവിടെ സ്ട്രാറ്റജി, ഈ വെല്ലുവിളികളെ നേരിടാനുള്ള കാര്യങ്ങൾ, അതുകൂടി കഴിഞ്ഞ് ആ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഇത് തീർന്നിട്ട് ആ റെസ്പോൺസിബിലിറ്റിയിൽ കുറച്ച് നോക്കാം കേട്ടോ, കുറച്ച് ഭാഗം നോക്കാം. ഈ ട്യൂസ്ഡേ നമുക്ക് വരുന്നത്. അപ്പൊ ലാസ്റ്റ് ചാപ്റ്റർ അന്നേരം മതി. ഓക്കെ, താങ്ക് യു. എൻജോയ് ചെയ്യൂ കേട്ടോ. ടീച്ചർ ഓക്കെ, ബൈ.